ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും അതെങ്ങനെ ഉണ്ടാക്കണേ നോക്കാം. അതിന് മുന്നായി ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടാതെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു 3-4 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ശേഷം ഞാൻ അതിലേക്ക് 3-4 പച്ചമുളക് മുറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മാങ്ങ വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ മാങ്ങയൊക്കെ നന്നായി വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ അരമുറി നാളികേരം ചിരകിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകം ഇട്ട് അരച്ച് ഞാനവിടെ ഒരു പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മാങ്ങയിലേക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരപ്പൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇത് കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 2 സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കണം. തൈര് കൂടി ചേർത്ത് ചെറുതായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് വറവിടാം. അതിനായി ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചു. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഞാനതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ശേഷം ഞാനതിലേക്ക് കുറച്ച് ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി ഒന്ന് ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായി.